മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ മൊണ്ണത്തരവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പാലക്കാട് നഗരസഭ BJP-യിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നൊക്കെയാണ് മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു നിലവാരവുമില്ലാത്ത കുറെ മണ്ടത്തരങ്ങൾ ഇങ്ങനെ ചെയ്തും കൂട്ടുന്നുണ്ട്. അതിനൊക്കെ ശക്തമായ മറുപടിയുമായിട്ട് പാലക്കാട് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന് ഒരു ഭാഗത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. അല്ല, ചുട്ട മറുപടി തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുമുള്ളത്. നമുക്കറിയാം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് എന്താണ്, കേരളം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഒരു യുവതി രംഗത്തെത്തുന്നു, കൃത്യമായ തെളിവുകൾ മുന്നോട്ട് വെക്കുന്നു. എന്നിട്ടും കുറെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാധകരും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അണികളും രംഗത്തെത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സിന്ദാബാദ് വിളിക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടിമകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൊതുസമൂഹം, നിഷ്പക്ഷ സമൂഹം വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് എന്നുള്ളത്. ഈ ഒരു സമയം വരെ യുവതിയുടെ ആരോപണങ്ങൾക്കെതിരെ, യുവതി ഉന്നയിച്ച വിഷയങ്ങൾക്കെതിരെ ആ വോയിസ് തന്റേതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തില് ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയാം. അതേപോലെ തന്നെ സ്വന്തം പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് പുറത്താക്കിയിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ, സകല കോൺഗ്രസ് നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ പുറത്താക്കി. ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് എന്ന്. എന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ രംഗത്തെത്തിയിട്ട് പുറത്താക്കിയ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പാലക്കാട്ട് കൂടെ നിരവധി വീടുകൾ കയറിയൊക്കെ പ്രചരണം നടത്തുന്നുണ്ട്. ഇത് മാത്രം മതി BJP-ക്ക് വലിയ ഭൂരിപക്ഷത്തിലേക്ക് വിജയിക്കാൻ. കാരണം പുറത്താക്കിയിട്ട് പോലും പാർട്ടിക്ക് ഒരു അച്ചടക്കവും ഇല്ലേ എന്നുള്ളത് ബോധമുള്ള സകല ആളുകൾ തിരിച്ചറിയില്ലേ. സ്വന്തം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ആരോപണ വിധേയനായ ഒരു വ്യക്തി വരുന്നത് അത് ശരിയാണോ എന്നുള്ളത് ബോധമുള്ള സകലരും ചിന്തിക്കില്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് ഈ അണികളുണ്ടല്ലോ, ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രത്യേക അണികളുണ്ട്. ഇവരുടെ അണികളെ ആവേശകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറെ മണ്ടത്തരങ്ങൾ ചെയ്യും. അത്തരത്തിലുള്ള ഒരു മണ്ടത്തരം ഞാനത് വായിച്ചു കേൾപ്പിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പോസ്റ്റ് ആണ്. പാലക്കാട് നഗരസഭയിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായ BJP ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പിന്മാറ്റാനുള്ള ശ്രമമാണ്. നോമിനേഷൻ കൊടുത്താൽ തന്നെ BJP ജയിക്കുമെന്ന് അവർ അവകാശപ്പെടുന്ന 50-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി രമേശിന്റെ പത്രിക പിൻവലിക്കണമെന്ന് പറഞ്ഞ് BJP നേതാക്കൾ പ്രലോഭനവും ഭീഷണിയുമായി ഇന്നലെ രാത്രി മുതൽ സമീപിച്ചിരിക്കുന്നത്. കോട്ടയിൽ പോലും തോറ്റുപോകുന്ന അവസ്ഥയിലാണ് BJP-ക്കാരെ നിങ്ങളുടെ ഭീഷണിപ്പെടുത്തിയുള്ള വരവിനായി ഞങ്ങൾ രമേശിന്റെ വീട്ടിൽ കാത്തിരിക്കുകയാണ്. പാലക്കാട് ഞങ്ങൾ തിരിച്ചു പിടിക്കും, ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് രമേശിന്റെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ഒരു ഫോട്ടോ. ഇത് മതി സുഡാപ്പികൾക്കും കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വിശ്വസിക്കുന്ന അണികൾക്കും BJP-ക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കോപ്രായം കാണിച്ചാൽ മതി. വേറെ എന്തും അവരങ്ങ് പുറക്കും. അതായത് കുറച്ചു കാലമായിട്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനൊന്ന് ലൈവിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിരന്തരം BJP-ക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറഞ്ഞാൽ എന്ത് നെറുകേട് രാഹുൽ ചെയ്താലും അവരങ്ങ് സഹിക്കും. അത് കൃത്യമായിട്ട് അറിയുന്ന രാഹുൽ ഇപ്പോ പ്രധാനമായിട്ട് 24 മണിക്കൂറും BJP-ക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും എന്റെ രാഹുലെ ലേശത്തെ ഉളുപ്പൊക്കെ വേണ്ടേ? പറയുന്നത് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി എവിടെയാണ് മത്സരിക്കുന്നത്, അതിനെത്ര വോട്ട് കിട്ടും എന്നുള്ളതൊക്കെ തന്നെ പ്രശാന്ത് ശിവൻ വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ അതൊന്ന് വായിച്ചേൽപ്പിക്കാം. മാങ്കൂട്ടം പറയുന്ന 50-ാം വാർഡിൽ BJP-ക്ക് കോൺഗ്രസിനെ ഏത് വിധേയരെങ്കിലും സ്വാധീനിക്കണോ വേണ്ടയോ എന്ന് ഈ വോട്ട് നില നോക്കിയാൽ ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാവും. 2020 അതായത് ഈ പറയുന്ന ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് മത്സരിക്കുന്ന വാർഡിന്റെ റിസൾട്ട് കണക്കാണ് മുന്നോട്ട് വെച്ചത്. BJP-ക്ക് 1104 വോട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ കോൺഗ്രസിന് 74 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. CPM-ന് കിട്ടിയിട്ടുള്ളത് 53 വോട്ട്. 74 വോട്ട് മാത്രം 1104 BJP-ക്ക് കിട്ടുന്ന ഒരു സ്ഥലത്ത് BJP-ക്കാര് പോയിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ലേശൊക്കെ ഒരു മാന്യത ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തുകൂടെ? 2020 തിരഞ്ഞെടുപ്പിലെ കണ്ണകി നഗർ വാർഡിലെ വോട്ടുനില ആണിത്.
ഈ കണക്ക് സമക്ഷം ഉള്ളപ്പോൾ തന്നെ പാലക്കാട് MLA എഴുതി വിടുന്ന പച്ചക്കള്ളം കണ്ണടച്ച് വിശ്വസിക്കാൻ രാഹുൽ ഗാന്ധിയെ നേതാവായി കരുതുന്ന മണ്ടന്മാരല്ല സോഷ്യൽ മീഡിയയിലെ പൊതുജനമെന്ന് കോൺഗ്രസും രാഹുലും മനസ്സിലാക്കണം. പാലക്കാട്ടെ ജനങ്ങൾ അത്ര വിഡ്ഢികളാണെന്നാണോ മാങ്കൂട്ടം കരുതുന്നത്? അതോ പാലക്കാട്ടെ കോൺഗ്രസിന്റെ ഉള്ളിലെ വീപ്പലുക്കലും സീറ്റ് വിലക്കാൻ വെച്ചിരിക്കുന്ന DCC പ്രസിഡന്റിന്റെ വോട്ട് ചോരിയൊക്കെ ജനങ്ങൾ അറിയാതിരിക്കാൻ ശ്രദ്ധ തിരിക്കാനുള്ള പായ്വേലയോ? കണ്ണകിയുടെ മണ്ണിൽ നിന്നും ആ കാവി നിറം ഇളകണമെങ്കിൽ നിങ്ങളുടെ വലിയ അങ്ങൊന്ന് രാഹുൽ ഗാന്ധി വന്നാൽ പോലും നടക്കില്ല. പിന്നെയാണോ രാഹുൽ മാങ്കൂട്ടോ ഇവര് സീറ്റ് വിലക്ക് കച്ചവടം നടത്തി എന്നത് ഉൾപ്പെടെയാണ് പ്രശാന്ത് ശിവൻ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതൊക്കെ മറച്ചു പിടിക്കാനാണോ നിങ്ങൾ ഇങ്ങനെ മൊണ്ണത്തരവുമായിട്ട് രംഗത്തെത്തിയത് എന്നാണ് കൃത്യമായിട്ട് പ്രശാന്ത് ശിവൻ മുന്നോട്ട് വെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ BJPക്കെതിരെ മോദിക്കെതിരെ നിരന്തരം പറഞ്ഞാൽ വർത്തമാന കേരളത്തിൽ എന്ത് നെറികേട് ചെയ്താലും കുറച്ച് ആളുകള് എന്ത് തന്നെയായാലും വന്ന് പിന്തുണയ്ക്കുമെന്നുള്ള ഒരു തന്ത്രത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പിന്തുണയ്ക്കാൻ ബോധമുള്ള പൊതുസമൂഹം ഒരിക്കലും ഇനി അംഗീകരിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടിമകൾക്ക് മാത്രമേ രാഹുലിനെ ഇനി പിന്തുണയ്ക്കാൻ സാധിക്കൂ. കാരണം സ്വന്തം പാർട്ടിക്കാർ പോലും പുറത്ത് എടുത്ത് എറിഞ്ഞതല്ലേ. സകലരും ഒന്ന് ആലോചിച്ചു നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് കോൺഗ്രസ് തന്നെയല്ലേ ആദ്യം? ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയാം. അതുമാത്രമല്ല പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തില് MLA ഓഫീസിലേക്ക് വ്യക്തമായിട്ടുള്ളൊരു മാർച്ചും നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പീഡനവീരൻ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുക. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പാലക്കാട് MLA ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കേരളം കണ്ട 1-ാം നമ്പർ ശ്രീലമ്പടനെ പാലക്കാട്ടെ തെരുവിലിട്ട് പാലക്കാട്ടുകാർ മറുപടി പറയിക്കും. ഇതാണ് ഇന്ന് പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായിട്ട് ബോധമുള്ള മലയാളികൾ രംഗത്തിറങ്ങും. ബോധമുള്ള മലയാളികൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ മാത്രമേ സംസാരിക്കൂ. അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം തന്നെ സ്വന്തം പാർട്ടിയിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്ന് ബോധിപ്പിക്കും. എന്നിട്ട് പോലെ സാധാരണക്കാരെ വിഡ്ഢിയാക്കാൻ ഇങ്ങനെ തോന്നിയത് പറഞ്ഞിങ്ങനെ രംഗത്തിറങ്ങുന്നത്. പാലക്കാട് നഗരസഭയിൽ പിടിച്ചെടുക്കുമെന്നൊക്കെ പറയുമ്പോൾ ആവേശം കൊള്ളുന്ന സകലരോട് പറയാനുള്ളത് പാലക്കാട് നഗരസഭയിൽ 52 സീറ്റിൽ 28 സീറ്റും NDA BJP ഒറ്റക്ക് പിടിക്കുക. അപ്പോ ബാക്കി വരുന്ന ഈ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങളങ്ങ് പിടിക്കുമെന്ന്. BJPയുടെ പകുതി പോലും സീറ്റില്ല ഈ പറയുന്ന നഗരസഭയിൽ. ഈ കോൺഗ്രസിന് ഇടതുപക്ഷം അതിനേക്കാൾ കഷ്ടത്തിൽ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ കേരളത്തില് ഇവന്റെ അടിമകളെ മണ്ടന്മാരാക്കാൻ പാലക്കാട് ഞങ്ങൾ പിടിക്കുമെന്ന് അങ്ങ് പറയുമ്പോ ബാക്കി എല്ലാ കള്ളത്തരവും ഇത്തരക്കാരങ്ങ് മറക്കും. അത് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് രാഹുലിന്റെ കുതന്ത്രങ്ങളാണ് പാലക്കാട് നഗരസഭ പിടിക്കുമെന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആ വിളിച്ചു പറയല് എന്നുള്ളതൊക്കെ സകല ആളുകളും തിരിച്ചറിയുക.